നയം മാറ്റാതെ നേതാവിനെ മാറ്റിയാൽ ക്രൈസ്തവ സമൂഹം കോൺഗ്രസിലേക്ക് തിരികെ വരും എന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനുള്ള നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള കൊണ്ടുപിടിച്ചുള്ള ആലോചനകൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അകത്തളത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന ഏക മാനദണ്ഡം അടുത്ത പ്രസിഡന്റ് ക്രൈസ്തവൻ ആയിരിക്കണം എന്നുള്ളതാണ്. എന്തിനാണ് കെ സുധാകരനെ മാറ്റുന്നത് എന്ന കാര്യത്തിന് വ്യക്തതയില്ലെങ്കിലും എന്തോന്നിനാണ് ഒരു ക്രൈസ്തവനെ ഉന്തിത്തള്ളി പ്രസിഡന്റ് ആക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമാണ്. ഇക്കണ്ട കാലം മുഴുവൻ കൈപ്പത്തി പാർട്ടിയെ കേരളത്തിൽ താങ്ങി നിർത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ക്രൈസ്തവ സമൂഹമായിരുന്നു. എന്നാൽ ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി വിജയിച്ചതിന് ശേഷം അവരെ തീർത്തും അവഗണിച്ച് പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് കാട്ടിക്കൂട്ടിയ പ്രീണനത്തിന്റെ രാഷ്ട്രീയവും മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് കാട്ടിക്കൂട്ടിയ അങ്ങേയറ്റം വഞ്ചനാപരമായ നീക്കങ്ങളിലും മനം മടുത്താണ് കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ക്രൈസ്തവ സമൂഹം ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നത്. ഷോൺ ജോർജ്, ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ അടക്കമുള്ള BJP നേതാക്കന്മാർ ലഭിച്ച അവസരം മുതലാക്കി ക്രൈസ്തവ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുനമ്പത്ത് കാലുപോലും കുത്താനാകാത്ത നിലയിൽ കോൺഗ്രസിനെതിരെ ഗേറ്റ് വലിച്ചടച്ച് ബോർഡ് വയ്ക്കുക കൂടി ചെയ്തതോടെ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയുന്ന കോൺഗ്രസിന് വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധിയായി തോന്നിയത് ഒരു ക്രൈസ്തവനെ പിടിച്ച് KPCC പ്രസിഡന്റ് ആക്കുക എന്നുള്ളതാണ്. അതിനായി പേരാവൂർ MLA സണ്ണി ജോസഫിന്റെയും പത്തനംതിട്ട MP ആൻഡ്രോ ആന്റണിയെയും അവർ ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയുമാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിക്കോ ആന്റണിക്കോ ഒന്നും ഉണ്ടായിരുന്ന സ്വീകാര്യത ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല എങ്കിലും ഇവർ മാന്യന്മാരായ നേതാക്കന്മാരാണ് എന്ന കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിന്റെ രണ്ടാം നിര നേതാക്കന്മാരായ ഇവരെ പ്രസിഡന്റ് ആക്കുന്ന ഇടത്ത് തീരുന്നതല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ മനസ്സിൽ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച മുറിവുകൾ എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എങ്ങനെയെങ്കിലും ഒരു ക്രൈസ്തവനെ ഉന്തിത്തള്ളി KPCC പ്രസിഡന്റിന്റെ കസേരയിൽ പിടിച്ചിരുത്തിയാൽ ക്രൈസ്തവരെല്ലാം അവരുടെ വോട്ടുമായി കോൺഗ്രസിലേക്ക് തിരികെ വരുമെന്ന് ധരിച്ചു വശായവർ തരിമ്പും പ്രായോഗിക രാഷ്ട്രീയം അറിയാതെ വിഡ്ഢികളുടെ സ്വർഗത്തിൽ പരിലസിക്കുന്നവർ തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ചിലർക്ക് കോൺഗ്രസിനെ മുന്നിലിരുത്തി പിൻസീറ്റിലിരുന്ന് കേരളത്തിന്റെ ഭരണചക്രം തിരിക്കണമെന്ന് വലിയ പൂതിയുണ്ട്. പക്ഷേ അത് നടപടിയാകണമെങ്കിൽ ക്രൈസ്തവരുടെ വോട്ട് കൂടി വേണമെന്ന് അവർക്ക് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ കുതന്ത്രങ്ങളുമായി കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ ഇറങ്ങിയ അവർ കണ്ണിൽ എണ്ണയൊഴിച്ച് ക്രൈസ്തവരുടെ വോട്ട് നോക്കി ഇരിക്കുകയേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് തീർത്തു പറയാതെ വയ്യ. കോൺഗ്രസ് പ്രവർത്തകനായ ഏത് സമുദായത്തിൽപ്പെട്ട വ്യക്തിയെ പ്രസിഡന്റ് ആക്കിയാലും ക്രൈസ്തവർക്ക് ഒരു പ്രശ്നവുമില്ല. കോൺഗ്രസിനോട് പറയാനുള്ളത് ഇത്രമാത്രമാണ്: ചില പാർട്ടികളുടെ മുന്നിൽ നട്ടെല്ല് വളച്ചു നിൽക്കുന്നത് നിർത്തിയിട്ട് തെറ്റുകൾ തിരുത്തി ആർജവത്തോടെ നിന്നാൽ ക്രൈസ്തവരുടെ അടക്കമുള്ള മതേതര വോട്ടുകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കും. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ അതിനുള്ള ത്രാണിയുണ്ടോ എന്നതാണ് സംശയം. ആർജവവും തൻ്റെ ഇടവുമുള്ള സുധാകരനെ മാറ്റി തൽസ്ഥാനത്ത് ചിലരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ മടിയില്ലാത്ത ക്രൈസ്തവനായ ഒരു വ്യക്തിയെ പ്രസിഡന്റ് ആക്കിയാൽ ക്രൈസ്തവ വോട്ടുകൾ തിരിച്ച് വരില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ വോട്ടുകൾ നിലനിർത്താൻ കഴിയില്ല ഇത്തരം ഏച്ചുകെട്ടലുകൾ എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ക്രൈസ്തവർക്ക് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ ക്രൈസ്തവർ നേതാക്കന്മാരുടെ മതം നോക്കിയായിരുന്നില്ല കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നത്. ആ ഉറച്ച നിലപാട് ഇപ്പോഴും ക്രൈസ്തവർക്കുണ്ട്. ന്യൂനപക്ഷ സംവരണ വിഷയത്തിലും വഖഫ് ബില്ല് വിഷയത്തിലും അടക്കം ക്രൈസ്തവരെ ബാധിക്കുന്ന അനേകം വിഷയങ്ങളിൽ ക്രൈസ്തവരോട് കോൺഗ്രസ് കാട്ടിയ കടുത്ത അവഗണനകൾ എളുപ്പം അങ്ങനെ ക്രൈസ്തവർക്ക് മറക്കാൻ കഴിയുന്നതല്ല. കേരളത്തിലെ ക്രൈസ്തവരിൽ വലിയ ഒരു വിഭാഗം ഇപ്പോഴും കോൺഗ്രസിനോട് അനുഭാവം ഉള്ളവർ ആണ് എന്നത് സത്യമാണ്. പക്ഷേ നിലപാടില്ലാതെ ഇസ്ലാമിക പ്രീണനം മാത്രം നയമാക്കി തുടരുന്ന കോൺഗ്രസിനോട് അവർക്കെല്ലാം ഇപ്പോൾ തോന്നുന്നത് അതിശയകരമായ എതിർപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ നിലപാടുകൾ മാറ്റാതെയും തെറ്റുകൾ തിരുത്താതെയും ഇപ്പോഴത്തെ പ്രസിഡന്റിനെ മാറ്റി ക്രൈസ്തവരെ കോൺഗ്രസിലേക്ക് തിരികെ അടുപ്പിക്കാമെന്നത് കോൺഗ്രസിന്റെ വെറും വ്യാമോഹം മാത്രമാണ് എന്ന് ഈ അവസാന മണിക്കൂറിൽ കോൺഗ്രസ് നേതൃത്വത്തെ ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.